ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. നമസ്കരിക്കാൻ മടിയാണല്ലോ, നമസ്കരിക്കാൻ നമ്മളിൽ പലർക്കും മടിയാണല്ലോ. എന്തിനാടാ ഇത്ര മടിയെന്താ പൊന്നുമോനെ? അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമസ്കരിക്കാൻ നമ്മളിൽ പലർക്കും വല്ലാത്ത മടിയാ. എന്തേ ഇത്ര മടി കാണിക്കുന്നത്? അല്ലാഹുവല്ലേ വിളിക്കുന്നത്, അല്ലാഹുവല്ലേ വിളിക്കുന്നത്. 5 നേരം പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കാൻ നമ്മളിൽ പലർക്കും കഴിയുന്നില്ലല്ലോ. അല്ലാഹുവേ, ഒരു വഖത്ത് ഖലായി പോയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളുടെ ധാരണ എങ്ങനെയാണ്? നമ്മളുടെ ധാരണ എങ്ങനെയാണ് എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമസ്കാരം ഉപേക്ഷിക്കുന്നവര് കേട്ടോ. ആരാ പറഞ്ഞത് ഒരു വഖത്ത് നമസ്കാരം മുടക്കി കളയുന്നത് പാപമല്ലെന്ന്? അത് നിസ്സാരമാണെന്ന് ആരാ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു വഖത്ത് നമസ്കാരം മുടക്കി കളയുന്നവര് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുത്തുനബി എവിടെന്ന് പറയുകയാ, മൻ തറക സ്വലാത മുതഅമ്മിദൻ ഖതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അറിഞ്ഞുകൊണ്ട് ഒരു വഖത്ത് നമസ്കാര കളയാക്കിയാൽ, ഇന്ന് സുബഹി മുതൽ ഇശാ വരെ ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം നീ കളയാക്കിയിട്ടുണ്ടോ? എടാ, നീ അറിഞ്ഞുകൊണ്ട് കളയാക്കിയിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അലാ ബാബിന്നാർ. അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ കവാടത്തിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. നീ അതിനകത്ത് പോകണ്ടേടാ പൊന്നുമോര്. എടാ, ഒരു വഖത്ത് നമസ്കാരം മുടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ പേര് നരകത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കതിനകത്ത് കടക്കാതെ രക്ഷപ്പെടാൻ പറ്റുമോ ചെറുപ്പക്കാരാ? എന്തേടാ ചിന്തയില്ലാത്തത്? ഈ പള്ളിയിൽ 5 നേരം ജമാഅത്തായി നമസ്കാരം നടക്കുമ്പോ നിനക്ക് പള്ളിയിൽ പോകാൻ ഈ ഇരിക്കുന്നവരിൽ നിസ്കരിക്കാത്തവരില്ലെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ നിസ്കരിക്കാത്തവരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളിൽ പലരും ജമാഅത്തായി നമസ്കരിക്കാത്തവരാ, ജമാഅത്തായി നിസ്കരിക്കാത്തവരാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ? ലാ സ്വലാത്ത ലിജാലിൽ മസ്ജിദ് ഇല്ലാ ഫിൽ മസ്ജിദ്. ഈ പള്ളിയുടെ അയൽവാസികൾക്ക് പള്ളിയിലല്ലാതെ ജമാഅത്തില്ല, പള്ളിയിലല്ലാതെ ജമാഅത്തില്ല. ഈ പള്ളിയുടെ പരിസരത്തുള്ളവർക്ക് പള്ളിയിലെ ജമാഅത്തുള്ളൂ. സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, പള്ളിയുടെ അയൽവാസി ആരാ നബിയേ? പള്ളിയുടെ അയൽവാസി ആരാ നബിയേ? ഈ പള്ളിയിൽ വന്ന് 5 നേരം ജമാഅത്തായി നിസ്കരിക്കാൻ അർഹതയുള്ളവരാരെന്നറിയുമോ? ആർക്കാണ് നിർബന്ധമെന്നറിയുമോ? ഈ പള്ളിയുടെ ബാങ്ക് വിളിക്കുന്ന ശബ്ദം ആരുടെയൊക്കെ വീട്ടിൽ കേൾക്കുന്നുണ്ടോ അവർക്ക് ഈ പള്ളിയിലെ ജമാഅത്തുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, കണ്ണിന് കാഴ്ചയില്ലാത്തവനാണ് നബിയേ, അന്ധനാണ് നബിയേ, എനിക്ക് പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ എന്നെ പള്ളിയിൽ കൊണ്ടുവരാൻ ആരെയും കിട്ടാറില്ല. മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്ക് പള്ളിയിലേക്ക് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എന്നെ കൊണ്ടുവരാൻ ആളെ കിട്ടാതെ വരുമ്പോ ഞാൻ എന്റെ വീട്ടിൽ നമസ്കരിച്ചു കൊള്ളട്ടെ നബിയേ?
റസൂലുള്ളാഹി തങ്ങളോട് കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബി ചോദിക്കുമ്പോ റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉമ്മമക്തൂ, ബാങ്ക് വിളിക്കുന്ന ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ? കണ്ണിന് കാഴ്ചയുള്ളവനോടല്ല, ആരോഗ്യമുള്ളവനോടല്ല, പ്രായമുള്ളവനോടല്ല, കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബിയോട് ചോദിക്കുന്നു, ബാങ്ക് വിളിക്കുന്നതിന്റെ ശബ്ദം നിന്റെ വീട്ടിൽ കേൾക്കുമോ? യാ റസൂലല്ലാഹ്, കേൾക്കാൻ നബിയേ. എങ്കിലും പ്രവാചകൻ പറയുകയാണ്, നിന്റെ വീടിന്റെ മുന്നിൽ ഒരു കയറിന്റെ ഒരു ഭാഗം കെട്ടു, രണ്ടാമത്തെ ഭാഗം ഈ പള്ളിയുടെ ജനലിൽ കെട്ടു. എന്നാ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ കയറിൽ പിടിച്ചെങ്കിലും നീ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണേ ഉമ്മമക്തൂ. അവിടെ അല്ലാഹുവിന്റെ റസൂൽ കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബിയോട് അവിടെ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, ആരോഗ്യവാനായിട്ട് കണ്ണിന് കാഴ്ചയുള്ളവനെ പോലെ ഈ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാലും നിസ്കരിക്കാൻ മടിക്കുന്ന ചെറുപ്പക്കാരാ, പടച്ചവനെ, പലരും പറയുമല്ലോ, ഉസ്താദേ വീടിന്റെ അകത്ത് സമാധാനമില്ല, വീടിന്റെ അകത്ത് വല്ലാത്ത പ്രശ്നവും പ്രയാസവുമോ, വല്ലാത്ത ദുഃഖമാ ഉസ്താദ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയില്ലല്ലോ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാരേ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിലൊരു രോഗം വരികയാണ്, രോഗം വല്ലാതെ വർദ്ധിക്കുകയാണ്, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, കണ്ണിന്റെ കാഴ്ചയങ്ങ് കുറയുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിൽ രോഗം വന്നു, അവിടുന്ന് കണ്ണിന്റെ കാഴ്ചയങ്ങ് കുറയുകയാണ്. കണ്ണിന്റെ കാഴ്ചശക്തി അങ്ങ് കുറയുമ്പോ വൈദ്യന്മാര് പറയുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ ഈ കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു വേണോ? ഞങ്ങൾ മരുന്ന് വെച്ച് നേരെയാക്കി തരാ, ഈ കണ്ണിന്റെ കാഴ്ചശക്തി ഞങ്ങൾ തിരിച്ചു വാങ്ങിത്തരാ. എന്തേ ചെയ്യേണ്ടതെന്നറിയുമോ? കുറച്ചു ദിവസം നിസ്കരിക്കാൻ പാടില്ല. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് വൈദ്യന്മാര് പറഞ്ഞു, കുറച്ചു ദിവസം നിസ്കരിക്കരുത്. മഹാനവറുകളെ നിലവിളിക്കുകയാ, അവിടുന്ന് കരയുകയാ, അവിടുന്ന് കരയുകയാ. എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയുമോ? മൻ തറക സ്വലാത ലഖിയല്ലാഹു വഹുവ അലൈഹി ഗളബാൻ. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരം മുടക്കി കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ കോപമുണ്ടാകുമല്ലോ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിട്ട് 15, 20, 25 വയസ്സുള്ള നിന്റെ മകനും നിന്റെ മകളും നിന്റെ ഭാര്യയും നമസ്കരിക്കാതെ വീടിന്റെ അകത്ത് കിടന്നിട്ട് അല്ലാഹുവിന്റെ ശാപം വാങ്ങിച്ചു കൊണ്ടിരിക്കുമ്പോ എങ്ങനെ സമാധാനം കിട്ടുക? എങ്ങനാ നീ രക്ഷപ്പെടുക? എങ്ങനാ നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുക? എങ്ങനാ കിട്ടിയാ തികയുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എടാ ചെറുപ്പക്കാരാ, ഒരുപാട് നിസ്കാരങ്ങളെ കളയാക്കിയിട്ടില്ലേടാ പൊന്നുമോരെ. ആണിനോടും പെണ്ണിനോടും ചോദിക്കുകയാണ്, നമ്മൾ പലപ്പോഴും നമസ്കാരം കളയാക്കിയവരാണ്, എണ്ണം നമുക്കറിയില്ലല്ലോ. ഒരുപാട് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുടങ്ങിപ്പോയിട്ടുണ്ടല്ലോ. ഇത് എന്ന് നിസ്കരിക്കാനാടാ? ഇത് എന്ന് നിസ്കരിക്കാനാ? അതുകൊണ്ട് ശഅബാൻ മാസമാണ്, നാളെ സുബഹി മുതൽ പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കാൻ പോകുമ്പോ കളയായി പോയ ഒരു വഖത്തുണ്ടല്ലോ, നിന്റെ ജീവിതത്തിൽ കളയായി പോയ ഒരു വഖത്തുണ്ടല്ലോ. ആ വഖത്തങ്ങ് കളയാക്കി മടക്കി നിസ്കരിക്കടാ. ഫർദിന്റെയും സുന്നത്തിന്റെയും കൂലി നിനക്ക് കിട്ടുമല്ലോ. ഇന്ന് മുതൽ നാളെ മുതൽ പള്ളിയിൽ പോകുമ്പോ നിങ്ങളെ നമസ്കരിക്കാതിരിക്കുമ്പോ ജീവിതത്തിൽ കളയായി പോയ ഒരു നമസ്കാരം കൂടെ, ദുഹറിന്റെ കൂടെ അസറിന്റെ കൂടെ നിനക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ ആ ബാധ്യതയെങ്കിലും നിനക്ക് ഒഴിഞ്ഞു മാറുമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നമസ്കാരം മുടക്കല്ലേ,
നമസ്കാരം മുടക്കല്ലേ, നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ. അതുകൊണ്ട് ശഅബാ മാസമാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം ലോകത്തോട് വിട പറയുന്ന അവസാന നിമിഷത്തിലും ഓർമ്മപ്പെടുത്തിയത് നമസ്കാരത്തെ കുറിച്ചാ. അല്ലാഹുവേ, മരിക്കുന്ന ദിവസവും അവസാനത്തെ വഖത്തും നിസ്കരിച്ച് മരിക്കാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ഗോത്രം മുസ്ലിം ആകാൻ വന്നു, ഒരു വിഭാഗം ആൾക്കാർ മുസ്ലിം ആകാൻ വന്നു, പള്ളിക്കകത്ത് വിളിച്ചു കയറ്റി. എന്നിട്ട് പ്രവാചകൻ അവരോട് ചോദിച്ചു, എന്തിനാ വന്നത് നബിയെ? മുസ്ലിം ആകാൻ വന്നതാ, പക്ഷേ 3 കണ്ടീഷൻ ഉണ്ട്. ഞങ്ങൾ മുസ്ലിം ആകാം, പക്ഷേ 3 കണ്ടീഷൻ ഉണ്ട്. എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ? ഞങ്ങളോട് യുദ്ധത്തിന് പോകാൻ പറയരുത്, ജിഹാദിന് പോകാൻ പറയരുത്, യുദ്ധത്തിന് പോകാൻ പറയരുത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഞങ്ങളോട് സദക്കയും സക്കാത്തും കൊടുക്കാൻ പറയരുത്. ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വല്ലവനും കൊടുക്കാൻ ഞങ്ങളോട് പറയരുത്. മൂന്നാമത്തെ കാര്യം, നിസ്കരിക്കാൻ പറയരുത്. ഞങ്ങൾ മുസ്ലിം ആകാം, 3 കണ്ടീഷൻ: 1 ജിഹാദിന് വരൂല, 2 സക്കാത്തും സദക്കയും കൊടുക്കൂല, 3 നിസ്കരിക്കത്തുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജിഹാദിന് പോകാൻ മനസ്സില്ലെങ്കിൽ പോകണ്ട, സദക്കയും സക്കാത്തും കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ കൊടുക്കണ്ട. കൊടുക്കണ്ട എന്ന് പറഞ്ഞ ജീവിതകാലം മുഴുവനുമല്ല, താൽക്കാലികം. അവരോട് ഇപ്പൊ സക്കാത്ത് കൊടുക്കണ്ട എന്നല്ലതിനർത്ഥം. അവര് പറഞ്ഞു, സക്കാത്ത് കൊടുക്കാൻ സദക്ക കൊടുക്കാൻ വയ്യെങ്കിൽ കൊടുക്കണ്ട, പക്ഷേ നിസ്കാരം നോ കോംപ്രമൈസ്. ഇപ്പൊ എന്റെ മുന്നിൽ ഇരുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായ ഈ വഖത്ത് നിനക്ക് നിർബന്ധമാകും. മുസ്ലിം ആയി കഴിഞ്ഞാൽ ഒരാൾ ഈ ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിം ആയി കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് പഠിച്ചിട്ട് നിസ്കരിക്കണം. പഠിച്ചോ മസല? ഒരാൾ മുസ്ലിമായി, അപ്പൊ നിസ്കാരത്തിന്റെ സമയമുണ്ടെങ്കിൽ എങ്ങനെയാണ് നിസ്കരിക്കുന്നത് എന്ന് പഠിച്ചിട്ട് നിസ്കരിക്കണം. സമയമില്ലേ, അറിയുന്നത് പോലെ നിസ്കരിച്ചോണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിസ്കാരത്തിന്റെ വിഷയം നോക്ക്. നിസ്കരിക്കാൻ വെള്ളത്തിൽ ഒതുവെടുത്തിട്ട് വേണം നിസ്കരിക്കാൻ, ഒതുവെടുത്തിട്ട് വേണം നിസ്കരിക്കാൻ. ഇനി ഒതുവെടുക്കാൻ വെള്ളമില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തയമം ചെയ്യണം. മണ്ണ് കൊണ്ട് തയമം ചെയ്തിട്ട് നിസ്കരിക്കണം. തയമം ചെയ്യാൻ മണ്ണ് കിട്ടിയില്ലെങ്കിൽ ഒതുവും വേണ്ട, തയമവും വേണ്ട, ഒന്നുമില്ലാതെ നിസ്കരിക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, വസ്ത്രം ഉണ്ടെങ്കിൽ ഇട്ടിട്ട് നിസ്കരിക്കണം. ഇല്ലെങ്കിൽ ഔറത്തു മറയ്ക്കാനേ ഉള്ളോ, അത് മതി, ഔറത്തു മറച്ചിട്ട് നിസ്കരിക്കണം. ഇനി ഔറത്തു മറയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ നീ തുണി ഒന്നും ധരിക്കണ്ട, അല്ലാതെ നിസ്കരിച്ചു കൊള്ളണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിന്ന് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ നിന്ന്, ഇല്ലെങ്കിൽ ഇരുന്ന്, ഇരുന്ന് പറ്റുമെങ്കിൽ അങ്ങനെ, അതിന് പറ്റില്ലെങ്കിൽ കടന്ന്, അതിന് പറ്റില്ലെങ്കിലും കൈകാലുകൾ അനക്കിയിട്ട് നിസ്കരിക്കണം. എന്നാലും നിസ്കരിക്കണ്ട എന്ന് പറയുന്നില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇതാണ് നിസ്കാരം. ആ നിസ്കാരമാണ് നമ്മളൊക്കെ ഇന്ന് വെറുതെ ഉപേക്ഷിച്ച് കളയുന്നത്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 5 കാര്യങ്ങൾ ഒരെണ്ണം കൂടെ പറഞ്ഞു നിർത്താം. നമ്മൾ നിസ്സാരമായി തെള്ളിക്കളയുന്ന ഒരു പാപമുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു വിഭാഗം കടന്നു വരികയാണ്. ഈ സദസ്സിലിരിക്കുന്ന പലരുമുണ്ട്, ഈ സദസ്സിലിരിക്കുന്ന പലരുമുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോ അവരെ കാണുമ്പോ എന്തൊരവസ്ഥയെന്നറിയുമോ? തുപ്പലുകൾ ചുമന്നുകൊണ്ടാണ് വരുന്നത്. നമ്മളൊക്കെ തുപ്പിയ തുപ്പലുകൾ ഉണ്ടല്ലോ, അത് മുഴുവനും അവന്റെ മുഖത്ത് കാണാ. അവന്റെ കണ്ണുകൾക്കിടയില്, അവന്റെ കണ്ണുകൾക്കിടയില് മലയോളം വലുപ്പത്തില് അത് ചുമന്നുകൊണ്ട് നാളെ പരലോകത്ത് കടന്നു വരുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ കാണുമ്പോ ജനങ്ങൾ ഓടുകയാ, വല്ലാത്ത ദുർഗന്ധമാ. നാണം കെട്ടവനെ പോലെ നാളെ ഒരു വിഭാഗം പരലോകത്ത് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ആരാണ് നബിയേ, ആരാണ് നബിയേ? പരലോകത്തെ അവസ്ഥയിൽ കടന്നു വരുന്ന, പരലോകത്തെ അവസ്ഥയിൽ കടന്നു വരുന്ന വിഭാഗം ആരാണ് നബിയേ? സഹാബാ,
കിബിലയുടെ നേരെ തുപ്പിയവരാണ് സഹാബ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബയുണ്ടല്ലോ, ആലയമുണ്ടല്ലോ, അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ചെന്ന് കാണാൻ, ആ കഅബാലയത്തിന്റെ മുറ്റത്ത് പോയി നിസ്കരിക്കാ, ആ കഅബയുടെ കില്ല പിടിക്കാ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. നിസ്കരിക്കുന്ന സമയത്ത് കഅബയുടെ നേരെ നിന്ന് നിസ്കരിക്കുന്നവര് ഇതാ ശഅബാ മാസം ഏതെന്നറിയുമോ? ഈ മാസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോ നീ ഒരു പള്ളിയിൽ പോകുമല്ലോ, മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന് പറയുന്ന പള്ളിയിൽ പോകുമല്ലോ. രണ്ട് കിബിലയുള്ള പള്ളി എന്ന പേരുള്ള പള്ളിയുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്നു, നബിയേ ബൈത്തുൽ മുഖദ്ദസിലേക്ക് നേരെ നിന്ന് നിസ്കരിക്കുന്ന പ്രവാചകനോട് തിരിഞ്ഞു നിൽക്ക് നബിയേ, കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്ക് നബിയേ. ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്നവർക്ക് ഇനി മുതൽ കിബില എതിരാണ് നബിയേ എന്നല്ലാഹുവേ. കിബില അല്ലാഹു സ്ഥിരമാക്കി തന്ന മാസമാ. ഈ മാസത്തിലാ കിബില അല്ലാഹു നമുക്ക് ഖിയാമത്ത് നാൾ വരെയുള്ളവർക്ക് ഇനി മുതൽ മാറ്റൂല. ഇതാണ് നമ്മുടെ കിബില എന്ന് അല്ലാഹു ഉറപ്പിച്ചു തന്ന മാസമാ. അതുകൊണ്ട് സഹോദരാ, കിബിലയുടെ നേരെ തുപ്പുന്നവരുണ്ടല്ലോ, കിബിലയുടെ നേരെ ആരെങ്കിലും തുപ്പിയാൽ ആ തുപ്പലുകൾ നാളെ ഖിയാമത്ത് നാളിൽ അവന്റെ മുഖത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മൾ നിസ്കരിക്കുമ്പോൾ എപ്പോഴും കിബിലയുടെ നേരെ, ബാക്കി പലപ്പോഴും കിബിലയെ കുറിച്ചൊരു ചിന്തയുമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിബില നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒളൂ ചെയ്തിട്ട് ദുആ ചെയ്യാറില്ലേ? ഒളൂ ചെയ്തിട്ട് ദുആ ചെയ്യാറില്ലേ? പറ മനുഷ്യന്മാരെ, ചെയ്യാറുണ്ടോ? എങ്ങോട്ട് നിന്നിട്ടാ ചെയ്യേണ്ടത്? എങ്ങോട്ട് നിന്നിട്ടാ ചെയ്യേണ്ടത്? എങ്ങോട്ടെങ്കിലും നിന്നിട്ട് ചെയ്യും. കിബിലയുടെ നേരെ നിന്നിട്ടല്ലേ ദുആ ചെയ്യണ്ടേ? ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആ ചെയ്യണമല്ലോ. ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആ ചെയ്യുമ്പോൾ എങ്ങോട്ട് നിന്നാ ദുആ ചെയ്യേണ്ടത്? എങ്ങോട്ട് നിന്നാ ചെയ്യേണ്ടത്? കിബിലയുടെ നേരെ. ഖുർആൻ ഓതേണ്ടത് എങ്ങോട്ടിരുന്നിട്ടാ? എങ്ങോട്ടെങ്കിലും ഇരുന്നിട്ട്. കിബിലയുമായി നമുക്കൊരു ബന്ധമുണ്ട്, കിബിലയുമായി നമുക്കൊരു ബന്ധമുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കിബില നമുക്കൊരിക്കലും നിസ്കാരത്തിൽ മാത്രമല്ല കിബില, നിസ്കാരത്തിന്റെ വേളയിൽ മാത്രമല്ല കിബില. മഹാനായ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്മുറു ബിഫിറാസിഹി ഫയുഫറസു ലഹു ഫയസ്തഖ്ബിലുൽ ഖിബല. അല്ലാഹുവിന്റെ പ്രവാചകന് വീടിന്റെ അകത്ത് കിടന്നു വന്നാൽ അവിടെന്ന് പറയുമായിരുന്നു, കിടക്കാൻ വിരിപ്പെടുത്തി വിരിക്കാൻ, കിടക്കാ വിരിപ്പെടുത്തി വിരിക്കാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് കൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് റബ്ബേ, കിബില കാണുന്ന രീതിയിലാണ് അല്ലാഹുവിന്റെ പ്രവാചകന് കടന്നിരുന്നത് എന്ന് മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഉറങ്ങേണ്ടത് കിബില കണ്ടുകൊണ്ടാ. എല്ലാ ഉറക്കത്തിലും നിസ്കരിക്കുമ്പോ മാത്രമല്ല, ഒന്നുവെന്റെ ദുആ ചെയ്യുമ്പോ മാത്രമല്ല, ബാങ്കിന്റെ ദുആ ചെയ്യുമ്പോ മാത്രമല്ല, ഖുർആൻ ഓതുന്ന സമയത്ത് മാത്രമല്ല, റസൂലുള്ള കടന്നത് പോലും കിബില കണ്ടുകൊണ്ടാ. കാരണം കിബില കണ്ടുകൊണ്ട് കിടക്കണമല്ലോ. കാരണം പടച്ചവനെ, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ. അതുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്തിനാടാ പറയുന്നത്? എന്തിനാ പറയുന്നത്? അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ. മരിച്ചു കിടന്ന് എനിക്കൊരു ദിവസം കൂടെ ജീവിക്കാം ആയുസ് തന്ന റബ്ബേ, അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാ
മോനെ പടച്ചവരെ വിവാഹം കഴിഞ്ഞ് ഒന്നാമത്തെ രാത്രിയില് മണിയറയിലേക്ക് കടന്നുപോയ പ്രിയപ്പെട്ട പൊന്നുമോളാട് പടച്ചവനെ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കിടക്കുന്നത്. അല്ലാ, ആ പൊന്നുമോളുടെ കബറ് സ്വർഗമാക്കണേ അല്ലാ. പടച്ചവനെ ഞാൻ ആ വീട്ടിൽ കടന്നുപോയി. ആ പിതാവിനും മാതാവിനും കൂടപ്പിറപ്പുകൾക്കും നീ ക്ഷമ നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷാ ബീവി പറയുകയാണ്, പ്രവാചകൻ ഉറങ്ങിയത് കിബില കണ്ടുകൊണ്ടാ. കിബില കാണുന്ന രീതിയിലാണ് പ്രവാചകന് കിടന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ടല്ലോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവരുണ്ടല്ലോ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നവരുണ്ടല്ലോ, ഡോക്ടർമാര് പറഞ്ഞു ഇനി അതാ അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോ ഈ മരിക്കാൻ കിടക്കുന്നവനെ കിടത്തേണ്ടത് എങ്ങോട്ടാ വാപ്പാ? കിബില കാണുന്ന രീതിയിലല്ലേ, കിബില കാണുന്ന രീതിയിലല്ലേ. മരിക്കാൻ കിടക്കുന്നവനെയും കിടത്തേണ്ടത് കിബിലയുടെ നേരെയാ. മരിച്ചു കഴിഞ്ഞാലോ മയ്യത്ത് കിടത്തേണ്ടത് എങ്ങനെയാണ്? ആ കിബില കാണുന്ന രീതിയിലല്ലേ, ആ കിബില കാണുന്ന രീതിയിലല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, കിബിലയുടെ നേരെയാണ്. എന്തുകൊണ്ടാണ് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്നവനോട് അങ്ങനെ കിടത്തണമെന്ന് പറയാറുള്ള കാരണമെന്താ? ഏറ്റവും വലിയ ബർക്കത്തല്ലേ, ഏറ്റവും വലിയ ബർക്കത്തല്ലേ. കിബില കണ്ടുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ഭാഗ്യമല്ലേ. കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ഇന്ന അവ്വല ബൈതിൻ ഉദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകാ വഹുദൽ ലിൽ ആലമീൻ. അല്ലാഹ് രണ്ട് കാര്യമാണ് കഅബാലയത്തെ കുറിച്ച് റബ്ബ് പറഞ്ഞത്. രണ്ട് കാര്യമാണ്. ഒന്ന്, അത് ബർക്കത്തിന്റെ കേന്ദ്രമാ. അല്ലാഹുവിന്റെ കഅബാലയം ബർക്കത്തിന്റെ കേന്ദ്രമാണ്. രണ്ട്, വഹുദൽ ലിൽ ആലമീൻ. അത് ഹിദായത്ത് കിട്ടാനുള്ള കാരണമോ, അത് ഹിദായത്ത് കിട്ടാനുള്ള കാരണമോ. ഈമാനം ഉറയ്ക്കുമടാ. കിബിലയുടെ നേരെ തുപ്പരുത്, കിബിലയുടെ നേരെ തുപ്പരുത്. നിസ്കരിക്കുമ്പോ മാത്രമല്ല, എന്ത് കാര്യം ചെയ്യുമ്പോഴും നീ കിബിലയുടെ നേരെ നിൽക്ക്. അതുകൊണ്ട് നിനക്ക് ഈമാൻ ഉറയ്ക്കുകയാണ്. ഏതുപോലെ എന്നറിയുമോ, ഏതുപോലെ എന്നറിയുമോ? യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ. നിന്നെ പോലെ വികാര വിചാരമുള്ള മോഹങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹവുമുള്ള അതാ പെണ്ണുപോലും കെട്ടാത്ത ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് പടച്ചവരെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് വന്ന് മുസ്ലിമായതിന്റെ പേരില് കടുകുമരത്തില് കേറ്റികെട്ട് കടുത്തില് കയറിട്ടിരിക്കുകയാണ്. ഹുബൈബിനോട് അവര് വിളിച്ചു പറഞ്ഞു, ഹുബൈബേ മതം മാറിയിട്ട് പാടാ, ഒന്നുപോലും കെട്ടികെട്ടില്ല. നീ ചെറുപ്പക്കാരനാണ്, നീ കാണിക്കുന്ന പെണ്ണിനെ നിനക്ക് തരാ, എത്ര പണം വേണമെങ്കിലും തരാ, അധികാരം തരാ, ഈ മതമൊക്കെ കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ പാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുമ്പോ അവിടുന്ന് തയ്യാറാകാതെ വന്നപ്പോ അതാ കമ്പി കൊണ്ടുവന്ന് കുന്തം കൊണ്ടുവന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കുകയാ. അവിടുന്ന് പച്ചയിറച്ചി കുത്തിയെടുക്കുകയാണ്. ഹുബൈബ് തങ്ങൾ ചലിക്കുന്നില്ല, ഹുബൈബ് തങ്ങൾ അനങ്ങുന്നില്ല. എന്ത് ചെയ്തിട്ടും അവിടുന്ന് തിരിച്ചു വരുന്നില്ല. അവസാനം ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിലേക്ക് കയറ് മുറുക്കിയിട്ട് അല്ലാഹുവേ കഴുത്തിലേക്ക് കയറ് മുറുക്കുകയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കിബിലയുടെ നേരെ തലതിരിച്ചു വെച്ചു. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ പോകുന്ന സമയത്ത് ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുമ്പോ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചു. ശത്രുക്കൾ പിടിച്ച് തിരിക്കുകയാ. അങ്ങനെ കിടന്ന് ചാകണ്ടടാ, നീ മക്കയുടെ നേരെ കഅബയുടെ നേരെ നീ അങ്ങനെ കിടന്ന് മരിക്കണ്ടടാ എന്ന് പറഞ്ഞ്
ഉബൈബ് തങ്ങളുടെ തല പിടിച്ചു തിരിക്കുമ്പോ ഉബൈബ് തങ്ങൾ പാടിയത് എന്തെന്നറിയുമോടാ ചെറുപ്പക്കാരാ? എവിടെ കിടന്നെന്നറിയുമോ? കഴുകുമരത്തിൽ പിടിച്ചു നിർത്തിയിട്ട് കഴുത്തില് കയറ് മുറുക്കിയിട്ട് ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് പച്ചയിറച്ചി കുത്തിയെടുക്കുമ്പോ ഉബൈബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ശിഖിൻ കാന ലില്ലാഹി മസ്റഈ وذلك في الذات الإله وإن يشاء يبارك على أوصال الشمل الممزع. കഴുകുമരത്തിൽ കിടക്കുന്ന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവരോട് വിളിച്ചു പറയുകയാ, ഞാനൊരു മുസ്ലിമായിട്ടല്ലേ മരിക്കുന്നത്? ഒരു മുസ്ലിമായതിന്റെ പേരിലല്ലേ നിങ്ങൾ എന്നെ കൊല്ലുന്നത്? നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും കൊന്നോ, തലവെട്ടി മുറിക്കണോ, കഴുത്ത് മുറിച്ച് മാറ്റണോ, കൈകാലുകൾ വെട്ടി മുറിക്കണോ, എന്നെ കെട്ടി തൂക്കി കൊല്ലണോ, തീക്കകത്തിട്ട് കരിക്കണോ, എന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കണോ, എന്ത് ചെയ്താലും എനിക്ക് പേടിയില്ല. ആരാടാ പറയുന്നത്? ഒരു ചെറുപ്പക്കാരനാണ് പറയുന്നത്. എന്നെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ കൊന്നോ, നിങ്ങളുടെ ഇഷ്ടം പോലെ കൊന്നോ, ഞാൻ മരിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാ. കഴുകുമരത്തിൽ കിടന്നിട്ടാ പറയുന്നത്. അതാ തൂക്കുകയറിന്റെ മുന്നിൽ നിന്ന് അവസാന ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്ത് പിടിച്ചു തിരിക്കുകയാ. നീ നേരെ നിന്ന് മരിക്കണ്ടടാ, കിബില കണ്ടുകൊണ്ട് മരിക്കണ്ടടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്ത് തിരിക്കാൻ നോക്കുമ്പോ കറാമത്തെന്ന് പറഞ്ഞാൽ അതാണടാ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല തിരിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ലടാ. തൂക്കുകയറിലും മരിച്ചു കിടക്കുമ്പോഴും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല കിബിലയുടെ നേരെയാ. കാരണമെന്തെന്നറിയോ? അവസാനത്തെ മോഹമെന്തെന്ന് ചോദിച്ചപ്പോ എനിക്ക് കിബിലയുടെ നേരെ നിന്നിട്ട് നിസ്കരിക്കണമെന്നാണ് ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അതുകൊണ്ട് മോനെ, ഉറങ്ങിയാലും കിബിലയുടെ നേരെ, മരിക്കാൻ കിടന്നാലും കിബിലയുടെ നേരെ, മരിച്ചു കഴിഞ്ഞാലും കിബിലയുടെ നേരെ. എന്തിനാ മോനെ പള്ളിപ്പറമ്പില് മയ്യത്തിറക്കി വെക്കുന്നത്? എങ്ങോട്ടാടാ? ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഖബറിൽ കിടക്കുമ്പോഴും നിന്റെ തല കിബിലയുടെ നേരെയാ. അങ്ങനല്ലേ ഖബറടക്കേണ്ടത്, അങ്ങനല്ലേ ഖബറടക്കേണ്ടത്. ഒരുപാട് വർഷക്കാലം ഖബറിന്റെ അകത്ത് കിബില കണ്ടുകൊണ്ട് കിടക്കണ്ടേ? അങ്ങനെയല്ലേ ഖബറടക്കേണ്ടത്? ഇനി മുൻകറും നക്കീറെന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ഖബറിൽ വന്നിട്ട് ചോദ്യം ചോദിക്കുമല്ലോ. ആ ചോദ്യത്തിലെ ഒരു ചോദ്യം കിബിലയെ കുറിച്ചല്ലേ, കിബിലയെ കുറിച്ചല്ലേ 6 അടി മണ്ണിനകത്തും മലക്കുകൾ ചോദിക്കുന്നത്. അതുകൊണ്ട് കിബിലയെ മറക്കരുത്, കിബിലയെ മറക്കരുത്. നീ ആ കിബിലയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണേ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് ആ കഅബാലയം കണ്ടുകൊണ്ട് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് നിർത്തുകയാ. ഈ പറഞ്ഞ നന്മകൾ മുഴുവനും നിനക്ക് സൂക്ഷിക്കാൻ പറ്റുമോ? ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? എല്ലാവരും എതിര് പ്രവർത്തിക്കുമ്പോ നാടോടുമ്പോ നടുകെ ഓടല്ലടാ മോന്. കാലത്തിനനുസരിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾ മാറ്റാറുള്ളതല്ല. എല്ലാവരും മുടി വളർത്തിക്കൊണ്ട് നടക്കുമ്പോ നീ മുടി വെട്ടിയിട്ട് നടക്കണമടാ ചെറുപ്പക്കാരാ. എല്ലാ ചെറുപ്പക്കാരും മുടി വളർത്തിയിട്ട്
പ്രവർത്തിയിട്ട് നടക്കുമ്പോ നീ നേരെ എതിർ പ്രവർത്തിക്കണം. ആ മുടി വെട്ടി ഒതുക്കി വെച്ചിട്ട് നല്ല രീതിയിൽ നടക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാവരും കീറിപ്പറഞ്ഞ പാൻറിട്ടുകൊണ്ട് നടക്കുമ്പോ നീ നല്ല പാൻറ് ധരിച്ചുകൊണ്ട് നടക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും തലയിലെ മുടി പല പല മോഡലിൽ വെക്കും, പെയിന്റുകൾ തേക്കും. നീ ഒന്നും തേക്കണ്ട, തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് നടക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ, നിന്റെ ഇന്നത്തെ ചെറുപ്പക്കാരുടെ കയ്യിൽ നോക്കിയാൽ എന്ത് കാണാം? വെള്ളി കാണാം. ചില ചങ്ങല ഇട്ടുകൊണ്ടാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ വരുമ്പോൾ ഏത് ചെറുപ്പക്കാരൻ്റെ കയ്യിൽ നോക്കിയാലും ഒരു ചങ്ങല കാണാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മാടെ കയ്യിലും ചങ്ങലയുണ്ട്, മോൻ്റെ കയ്യിലും ചങ്ങലയുണ്ട്. വാപ്പാടെ കഴുത്തിൽ ചങ്ങലയില്ലാതിരിക്കട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇല്ലേ, ഇന്ന് ചെറുപ്പക്കാരുടെ കയ്യിൽ നോക്കിയാൽ, കഴുത്തിൽ നോക്കിയാൽ ചങ്ങലകൾ കാണാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അത് വേറൊരു സ്ഥലത്താണ് കാണാറ്. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. ഇത് പറയുമ്പോൾ എൻ്റെ ചെറുപ്പക്കാർ ചോദിക്കും, ഉസ്താദെ, ആണുങ്ങൾക്ക് വെള്ളിയിട്ടുകൂടെ? ആണുങ്ങൾക്ക് വെള്ളിയിട്ടുകൂടെ? ആണുങ്ങൾക്ക് വെള്ളിയിടാം, പക്ഷെ അത് ചങ്ങലയാണെന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചെന്ന്? ഇരിക്കുന്ന ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ചങ്ങല എന്ന് പറഞ്ഞാൽ, എൻ്റെ ആണുങ്ങൾക്ക് വെള്ളിയിടാമെന്ന് പറഞ്ഞാൽ മഹാന്മാർ പറയുന്നത് ചെറിയ മക്കൾക്ക് അരിഞ്ഞാണമിടാം. വെള്ളിയുടെ അരിഞ്ഞാണം ചെറിയ കുട്ടികൾക്ക്, വലിയവർക്ക് മോതിരം. നല്ല ഒരു കല്ല് വാങ്ങി, മനോഹരമായ ഒരു കല്ല് വാങ്ങി. അൽഹംദുലില്ലാ, കല്ലിലൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു നല്ല കല്ല് വാങ്ങി ഒരു വെള്ളിയുടെ മോതിരം പണിതിട്ട് കയ്യിലിട്.